നമുക്ക് വീണ്ടും മാധവനാട്ടേക്ക് തന്നെ പോകണം. അവിടെ രക്ഷാദൗത്യം തുടരുകയാണ്. ലോറിയിൽ കുടുങ്ങിയ വെള്ളത്തിനടിയിൽ കുടുങ്ങിയ മുസ്തഫയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ്. ലോറി വീണത് ഏതാണ്ട് 70 അടിയോളം താഴ്ചയിലാണ്. 10 അടിക്കപ്പുറം ചതുപ്പാണ് എന്നതാണ്. ലോറി ആ ചതുപ്പിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മുബഷീർ പി അക്ബർ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. മുബഷീർ, അവസാന ശ്രമം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ വീണ്ടും കയർ കുരുക്കി ചങ്ങലയിട്ട് ആ ലോറിയിൽ ഘടിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇത്രയധികം സമയമായിട്ടും അത് വിജയം കണ്ടിട്ടില്ല എന്നതാണ് ആശങ്കയേറ്റുന്നത്. വിനീത, വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട് രക്ഷാദൗത്യത്തെ സംബന്ധിച്ച്. അതാണ് ഇപ്പോഴത്തെ നിലച്ചു നിൽക്കുന്നത്. ഈ ക്രെയിൻ പൂർണ്ണമായിട്ടും വെള്ളത്തിലേക്ക് ഇറക്കി, ക്രെയിനിൽ ഘടിപ്പിച്ചിരിക്കുന്ന റോപ്പ് പൂർണ്ണമായിട്ടും വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ റോപ്പ് ഈ വാഹനത്തിൽ ഘടിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മുങ്ങൽ വിദഗ്ധർ വീണ്ടും റോപ്പ് ഈ വാഹനത്തിൽ ഘടിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അതിന് സാധിക്കാതെ പോകുന്നു. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്നത്. അതിന് കാരണമായി പറയുന്നത് ഈ വാഹനം ചതുപ്പിൽ അകപ്പെട്ടത് മൂലം വാഹനത്തിനടുത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത്രയധികം താഴ്ചയിലേക്ക് വാഹനം പതിച്ചു പോയിട്ടുണ്ട്. വലിയ രീതിയിൽ ചതുപ്പും താഴ്ഭാഗത്തുള്ളത് കൊണ്ടും വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട് രക്ഷാദൗത്യത്തെ സംബന്ധിച്ച്. മുങ്ങൽ വിദഗ്ധർ 3 പേരടങ്ങുന്ന സംഘം വെള്ളത്തിന് താഴെ നിന്നുകൊണ്ട് തന്നെ ഈ റോപ്പ് ലോറിയിൽ ഘടിപ്പിക്കാൻ തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് സാധിക്കുന്നില്ല. ആ ശ്രമം ഇപ്പോഴും തുടരുകയാണ്. സമയം 6 മണിയിലേക്ക് അടുക്കുന്നു. സ്വാഭാവികമായിട്ടും സമയം ഇനി വൈകിക്കഴിഞ്ഞാൽ അത് രക്ഷാപ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിക്കും, രക്ഷാദൗത്യത്തെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വേഗത്തിൽ ലോറിയിൽ ഘടിപ്പിച്ചത് പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. എന്തായാലും 4ാം തവണയാണ് ഇപ്പോൾ ക്രെയിനി ഒരു മേഖലയിലേക്ക് എത്തിച്ച് റോപ്പ് പൂർണ്ണമായും വെള്ളത്തിലേക്ക് ഇറക്കുന്നത്. നേരത്തെ 3 തവണ ഇറക്കിയ സമയത്തും നേരത്തെ 3 തവണ ഈ റോപ്പ് ഇറക്കിയ സമയത്തും വലിയ വെല്ലുവിളി നേരിട്ടിരുന്നത് വാഹനത്തിൽ അത് ഘടിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ആദ്യഘട്ടത്തിൽ റോപ്പ് ഇറക്കിയ സമയത്ത് അതിൻ്റെ നീളക്കുറവ് മൂലം വാഹനത്തിനടുത്തേക്ക് റോപ്പ് എത്താത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് 2ാം തവണ സാധാരണഗതിയിൽ വാഹനങ്ങളൊക്കെ തന്നെ ഉയർത്തുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന റോപ്പ് ഈ ക്രെയിനിൽ ഘടിപ്പിച്ച് താഴ്ഭാഗത്തേക്ക് ഇറക്കി. ആ തവണയും വാഹനത്തിൽ അത് ഘടിപ്പിക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് വരണം. പ്രതീക്ഷയുടെ നിമിഷങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എത്രയും പെട്ടെന്ന് ലോറി ഉയർത്തുക, അതിലുള്ള മുസ്തഫയെ രക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.